ഹായ് അൽഫാം ചിക്കൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നല്ല ഈസിയാണ്. അടിപൊളി ടേസ്റ്റിൽ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റിൽ കഴിക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണേ. ഞാനിവിടെ സ്കിന്നോട് ഓടിയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. 1.25 കിലോയുടെ ഒരു ചിക്കൻ എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ചിക്കൻ്റെ ബാക്കിലുള്ള ഒരു എല്ലിൻ്റെ ആ ഭാഗത്തുകൂടി നന്നായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ എടുത്താൽ മതി. ഇതൊന്ന് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാനായിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക. അല്ലെങ്കിൽ ഒരു കത്തി, നല്ല കൂർത്തിട്ടുള്ള ഒരു കത്തി കൊണ്ട് ഇതുപോലെ കുത്തി കൊടുത്താലും മതി. ചിക്കൻ സ്കിന്നോടുകൂടി കഴിക്കുന്ന ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഒഴിവാക്കിയിട്ട് സ്കിൻ ഒഴിവാക്കിയിട്ടും എടുക്കാവുന്നതാണ്. അപ്പോൾ അതെല്ലാം കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ നാരങ്ങ നീരുണ്ടാവും. ഇതിലേക്കിനി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളകിൻ്റെ പൊടി ചേർക്കാം. ജീരകം, ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ഇതെടുത്തിട്ടുള്ളത്, ഒരു 3/4 ടീസ്പൂൺ. ഇനി ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പാപ്രിക്ക പൗഡർ ചേർക്കാം. ഇതില്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്, മുളക് പൊടി ചേർത്താൽ മതി. ഞാനിപ്പോൾ ഇത് അത്ര എരിവില്ലാത്തതുകൊണ്ട് ഇതിലേക്ക് മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 2 ടീസ്പൂൺ ചേർക്കാം. ഇതിലേക്കിനി തൈരാണ് ചേർക്കുന്നത്. അധികം പുളിയില്ലാത്ത തൈര് ഒരു 5 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പുണ്ടോ എന്നൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് ഒന്ന് കളറായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രം ഒരു ഡ്രോപ്പൊക്കെ കളർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് കളർ വേണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. എന്നിട്ട് നേരത്തെ നമ്മൾ ഫോർക്ക് കൊണ്ട് കുത്തി കൊടുത്തിട്ടുള്ള ആ ചിക്കനിലേക്ക് ഈ ഒരു മസാലയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്കുള്ള എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചേർക്കാം. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചിക്കനിലേക്ക് എല്ലായിടത്തേക്കും തന്നെ നന്നായിട്ട് തന്നെ മസാല ഒന്ന് തേച്ച് കൊടുക്കാം. ഇപ്പം മസാലയൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. കുറഞ്ഞത് ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഈ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓവർനൈറ്റൊക്കെ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഓവൻ പ്രീഹീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 225 ഡിഗ്രി ടെമ്പറേച്ചറിലാണ് പ്രീഹീറ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്കിത് ഓവൻ ഇല്ലാതെ വേണമെങ്കിലും ചെയ്യാം. കുറച്ച് കൂടുതൽ ടൈം എടുക്കുന്നേ ഉള്ളൂ ഇത് കുക്കായി കിട്ടാനായിട്ട്. ചിക്കൻ നന്നായിട്ട് തന്നെ മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ഞാനിവിടെ ഒരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് മസാല പിടിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. ഗ്രില്ലിൻ്റെ റാക്കിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ചിക്കൻ. ഇനി ഇത് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ആ ചിക്കൻ്റെ വെള്ളമൊക്കെ ഇതിലേക്ക് വീഴാതിരിക്കാനായിട്ട് ഒരു ഫോയിൽ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് താഴെയായിട്ട്. നമ്മളെടുക്കുന്ന ചിക്കൻ്റെ വലുപ്പം അനുസരിച്ചിട്ടൊക്കെ ഇത് വേവുന്ന സമയം വ്യത്യാസം ഉണ്ടാവും. ഞാനിപ്പോൾ 1 ഹവറാണ് ഈ ഒരു ചിക്കൻ കുക്കാകാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. ചിക്കൻ അത്യാവശ്യം ഒന്ന് കുക്കായി മുകൾ ഭാഗമൊക്കെ ഇതുപോലെ ഒന്ന് മുരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കുറച്ച് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് കൂടെ വെച്ചിട്ട് ചിക്കൻ ഒന്ന് നന്നായിട്ട് മൊരിയിച്ചെടുക്കാം. അപ്പോൾ ഈ രീതിയിൽ അൽഫാം ചിക്കൻ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. നല്ല ഈസിയാണ്, അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് മയണൈസ് കൂടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഇതിനു മുമ്പ് കുറേ പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്, കണ്ടു നോക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്